അക്ഷങ്ങളൊന്നിനും സമാന്തരമല്ലാത്ത ഒരു വരയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും y സൂചക സംഖ്യയിലെ മാറ്റം x സൂചക സംഖ്യയിലെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണെന്ന് കണ്ടല്ലോ. ഇത് മറ്റൊരു രീതിയിലും പറയാം. അക്ഷങ്ങളൊന്നിനും സമാന്തരമല്ലാത്ത ഒരു വരയിലെ ഏത് രണ്ട് ബിന്ദുക്കൾ എടുത്താലും y സൂചക സംഖ്യയിലെ മാറ്റത്തെ x സൂചക സംഖ്യയിലെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരേ സംഖ്യയാണ്. ഈ സംഖ്യയെ വരയുടെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. ഉദാഹരണമായി 2, 8, 4, 9 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര നോക്കാം. ഇതിൽ ആദ്യത്തെ ബിന്ദുവിൽ നിന്ന് രണ്ടാമത്തെ ബിന്ദുവിലേക്ക് നീങ്ങുമ്പോൾ x സൂചക സംഖ്യകളിലെ മാറ്റം 2ഉം y സൂചക സംഖ്യകളിലെ മാറ്റം 1ഉമാണല്ലോ. y മാറ്റത്തെ x മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ 1/2. അതിനാൽ 2, 8, 4, 9 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചരിവ് 1/2 ആണ്. ഈ ചിത്രങ്ങൾ നോക്കൂ. ചരിവ് കൂടുമ്പോൾ x അക്ഷത്തിന് മുകളിലുള്ള വരയുടെ ഭാഗവും x അക്ഷവും തമ്മിലുള്ള വലതുവശത്തെ കോൺ കൂടുന്നത് കാണാമല്ലോ. ഈ ചിത്രത്തിൽ ചരിവുകളെല്ലാം അതിസംഖ്യകളാണല്ലോ. കോണുകളോ അത് മട്ടത്തേക്കാൾ ചെറുതാണല്ലോ. ഈ ചിത്രത്തിലോ ചരിവുകൾ ന്യൂനസംഖ്യകളാണ്, കോണുകൾ മട്ടത്തേക്കാൾ വലുതും അല്ലേ? അപ്പോൾ വരയുടെ ചെരിവ് എന്ന് വിളിക്കുന്ന സംഖ്യ വരയ്ക്ക് x അക്ഷവുമായുള്ള ചെരിവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.